Hello friends, this is Abhilash Vrindavan again from NRI Trader. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന രണ്ട് സ്റ്റോക്കുകളാണ്. വൺ ഇസ് ദ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് ടാറ്റ സ്റ്റീൽ. ഈ സ്റ്റോക്കുകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ സ്റ്റോക്ക് രണ്ടും താഴേക്ക് വന്നിരുന്നു. ടോപ്പ് എന്ന് വെച്ചാൽ ലൈഫ് ടൈം ഹൈയിലും താഴേക്ക് വന്നിരുന്നു. എന്തൊക്കെയാണ് താഴേക്ക് സ്റ്റോക്ക് പ്രൈസ് വരാനുള്ള റീസൺ? ഓക്കെ, ദാറ്റ് ഇസ് ദ ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ്, ഈ റീസൺ എന്തൊക്കെ റീസണാണോ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്, ആ റീസൺ ഇപ്പോൾ നിലവിലുണ്ടോ? ഓക്കെ, ദാറ്റ് ഇസ് ദ സെക്കൻഡ് തിങ്. ഈ രണ്ടും കാര്യങ്ങളും കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിൻ്റെ ഫിനാൻഷ്യൽസ് ആൻഡ് ടെക്നിക്കൽസ് നോക്കും. അങ്ങനെ ഈ സ്റ്റോക്ക് പ്രൈസ് ഇപ്പോഴത്തെ കറണ്ട് പ്രൈസിൽ ഇത് വാങ്ങിക്കാൻ പറ്റിയ സമയമാണോ, ഇതും കൂടെ നമ്മൾ നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ്, നിങ്ങൾക്ക് നല്ലൊരു ലേണിംഗ് തരുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് നിങ്ങൾ പൂർണ്ണമായിട്ടും വീഡിയോ കാണാൻ ശ്രമിക്കുക. കാരണം ഈ ഒരു വീഡിയോ കാണുക എന്നുള്ളത് മാത്രമല്ല, എനിക്ക് വേണ്ടത് എന്താ വെച്ചാൽ നിങ്ങളിത് കാര്യങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, എങ്ങനെയാണ് നമ്മളൊരു അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് ഒരു കമ്പനീനെ സെലക്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളും ഇതേപോലെ തന്നെ നാളെ ഒരു സമയത്ത് ഇതേ സ്റ്റോക്കിനെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്റ്റോക്കിനെ സെലക്ട് ചെയ്യാൻ പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്, ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാനിത് കാര്യങ്ങൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റും. ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഏത് കമ്പനീനെ സെലക്ട് ചെയ്യാനും നമുക്ക് ഈസി ആയിട്ട് പറ്റും. അപ്പം അതാണ് എനിക്ക് നിങ്ങളിൽ നിന്നുള്ള എനിക്കൊരു എന്താ പറയുക ഒരു എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത്. അല്ലാതെ ഇതൊരു സ്റ്റോക്ക് ടിപ്പായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ബൈ ഓർ സെല് ചെയ്യാനൊരു ടിപ്പായിട്ട് നിങ്ങൾ ഒരിക്കലും വീഡിയോനെ കാണരുത്. ദാറ്റ് ഈസ് നോട്ട് മൈ ഇന്റൻഷൻ ടു ഗിവ് യു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ. ദിസ് ഇസ് നോട്ട് എ ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ ബൈ ദ വേ, ആൻഡ് ഐ എം നോട്ട് എ സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ്. ഓക്കെ, അപ്പം ഞാനും നിങ്ങളെപ്പോലത്തെ ഒരു ട്രേഡറാണ്. ഞാനും എൻ്റെ സ്വന്തമായിട്ടുള്ള എൻ്റെ കഷ്ടപ്പെട്ടിരുന്ന പൈസ ആണ് ഞാൻ ഈ സ്റ്റോക്കിലൊക്കെ വാങ്ങിക്കാനും വിൽക്കാനൊക്കെ ഞാൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെയാണ് നിങ്ങളും. അപ്പം നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ ഒരു സ്റ്റോക്കിൽ നമ്മൾ ഇടുമ്പോൾ, ഒരു സ്റ്റോക്ക് ആക്കണ്ട, നിങ്ങളിപ്പോൾ നിങ്ങൾ കടയിൽ പോയി ഒരു മൊബൈൽ വാങ്ങുമ്പോൾ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കും? ആ മൊബൈലിൻ്റെ എന്താ പറയുക, അതിൻ്റെ മോഡൽ നോക്കും, അതിൻ്റെ ക്യാമറ നോക്കും, അതിൻ്റെ എത്ര മെമ്മറി ഉണ്ടെന്ന് നോക്കും. അങ്ങനെ എത്ര കാര്യങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ ഒരു ചെറിയ മൊബൈൽ വാങ്ങിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഹാർഡ് ഏൺഡ് ആയിട്ടുള്ള പൈസ ഒരു സ്റ്റോക്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ യു ആർ ഇൻവെസ്റ്റിംഗ് ഇൻ എ കമ്പനി. ഓക്കെ, അപ്പോൾ ആ കമ്പനിയെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കണ്ടേ? പൂർണ്ണമായിട്ടും കാര്യങ്ങൾ മനസ്സിലായതിനു ശേഷം മാത്രമല്ലേ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ, അല്ലേ? അപ്പം തീർച്ചയായിട്ടും ഇതാണ് നമ്മളുടെ കൺസെപ്റ്റ്, ഇതാണ് നമ്മളുടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ്. ആ സ്റ്റെപ്പിലൂടെ നിങ്ങൾ പോയി നിങ്ങൾ ഒരു വർഷം കഴിയുമ്പോൾ നിങ്ങൾ കുറേ വീഡിയോസ് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഓക്കെ ഇങ്ങനെയാണ് നമ്മളൊരു സ്റ്റോക്കിനെ സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അതാണ് എനിക്ക് വേണ്ടത്. അല്ലാതെ പിന്നെ ഇതൊരു ടിപ്പായിട്ട് നിങ്ങൾ കണക്ക് കൂട്ടരുത്. സോ വിതൗട്ട് വേസ്റ്റിംഗ് എനി ടൈം വിൽ ഗോ ടു ദ വീഡിയോ റൈറ്റ് അവേ. ആൻഡ് ആസ് ഓൾവേസ് ദിസ് ഇസ് നോട്ട് എ ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ. ഡു യുവർ ഓൺ റിസർച്ച് ബിഫോർ ബൈയിങ് ഓർ സെല്ലിംഗ് എനി സ്റ്റോക്ക്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ടാറ്റ സ്റ്റീലിനെ കുറിച്ചിട്ട് അവരുടെ ആനുവൽ റിപ്പോർട്ടൊന്ന് നോക്കുമ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ പെട്ടെന്ന് കാണിച്ചു തരാം. ടാറ്റ സ്റ്റീലിൻ്റെ നെതർലാൻഡ്സിലുള്ള പിന്നെ യൂറോപ്യൻ ഫാക്ടറീസിലൊക്കെ ആയിരുന്നു 2017 50-50 ആയിരുന്നു ഇവിടെ എന്താ പറയുക പ്രൊഡക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ 2023 ആയപ്പോൾ അത് 62% ഇന്ത്യയിൽ മേക്ക് ചെയ്യാൻ തുടങ്ങി. അത് 2030 ആകുമ്പോഴത്തേനും 75% ഓഫ് ദ പ്രൊഡക്ഷൻ വിൽ ബി ഇൻ ഇന്ത്യ. അതാണ് അവരുടെ ഒരു എയിം എന്ന് പറയുന്നത്. സെക്കൻഡ്ലി, ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫ്ലാറ്റ് ബാർസ്, ലോങ് ബാർ, ക്രൂഡ് സ്റ്റീൽ ഇതൊക്കെയാണ് ഇവരുടെ പ്രൊഡക്റ്റ്. ഓക്കെ, പിന്നെ അപ്സ്ട്രീമിൽ ചെറിയ അപ്സ്ട്രീം ഡൗൺ സ്ട്രീമിൽ എന്താ പറയുക ട്യൂബ്സ്, വയർസ്, ടിൻ പ്ലേറ്റ്, DI പൈപ്പ് ഇതിലൊക്കെയാണ് ഇവിടെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതൊക്കെ ഉണ്ടാക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പം നമ്മൾ ഇതിൻ്റെ എന്താ പറയുക പ്രൊഡക്ഷൻ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് 16 മില്യൺ ടൺ പെർ ആനം എന്നാണ്. ഓക്കെ, MTPA 16 മില്യൺ ടൺ പെർ ആനമാണ് ഇപ്പോൾ ഉള്ളത്. അത് 2030 ആകുമ്പോഴത്തേനും 27 മില്യൺ ടൺ പെർ ആനം ആക്കി മാറ്റാനുള്ളതാണ് ഇവരുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. പിന്നെ ലോങ് സ്റ്റീൽ അതേപോലെ തന്നെ 5 മില്യൺ ടൺ പെർ ആനം അതിവിടെ 13 ആക്കാനും, അതേപോലെ തന്നെ ക്രൂഡ് സ്റ്റീൽ 21 മില്യൺ ടൺ പെർ ആനത്തിൽ നിന്ന് 40 ആക്കാനാണ് ഇവരുടെ കമ്പനിയുടെ പ്ലാൻ. ഓക്കെ, അത് കൺഫേം ചെയ്തുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 5 മില്യൺ ടൺ പെർ ആനം എക്സ്പാൻഷൻ പ്രോഗ്രസിംഗ് അറ്റ് കലിംഗ് നഗർ എന്ന് വെച്ചാൽ ഇത് കലിംഗ് നഗറിൽ ഇവരുടെ പുതിയ പ്ലാന്റ് എന്താ പറയുക അണ്ടർ കൺസ്ട്രക്ഷനാണ്. അവിടെ 5 മില്യൺ ടൺ പെർ ആനത്തിൽ പ്രൊഡക്ഷൻ ചെയ്യാൻ കപ്പാസിറ്റിയിൽ അവർ പ്ലാൻ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഓക്കെ, അത് കമ്മീഷൻ ചെയ്ത് കഴിഞ്ഞാണ് എൻ്റെ ഒരു അറിവെന്ന് പറയുന്നത്. നമുക്ക് നോക്കാവുന്ന. അതുകൂടാതെ തന്നെ ഇവർ ഇത് കണ്ടില്ലേ, ലീഡിംഗ് മാനുഫാക്ചർ ഓഫ് പൈപ്പ് ആൻഡ് ട്യൂബ്സ്, മനസ്സിലായില്ലേ? ഇതൊക്കെ ടാറ്റേൻ്റെ പ്രൊഡക്റ്റുകളാണ്. പിന്നെ അതേപോലെ തന്നെ വയർസിൽ 80% ഷെയർസ് ഓഫ് ബിസിനസ് ഇൻ ബുള്ളറ്റ് ട്രെയിൻ പ്രോജക്ട്സ്. ആലോചിക്കണം, ബുള്ളറ്റ് ട്രെയിൻ പ്രോജക്ട്സ് ഇന്ത്യയിൽ ഇപ്പോൾ എന്തായാലും എല്ലാ സിറ്റികളിലും മെഗാ സിറ്റി ആയിക്കൊണ്ടിരിക്കുകയാണ്.
India will be having, I think, three or four mega cities in coming future. അപ്പോൾ അവിടത്തേക്കൊക്കെയുള്ള 80% ഷെയർ ഓഫ് ബിസിനസ് ഇൻ ബുള്ളറ്റ് ട്രെയിൻ പ്രോജക്ട്സിലൊക്കെ ഇവർക്കാണ് ഉള്ളത്. ദെൻ ടിൻ പ്ലേറ്റ് മാർക്കറ്റ് ലീഡേഴ്സ് ഇൻ ഡൊമസ്റ്റിക് ടിൻ പ്ലേറ്റ് ഇൻഡസ്ട്രി എന്ന് വെച്ചാൽ നമ്മളുടെ എന്തൊക്കെ ടിന്നിൻ്റെ പ്ലേറ്റുകൾ വരുന്നുണ്ടോ മൊത്തത്തിൽ. ഓക്കെ. സെക്കൻഡ്ലി ലാസ്റ്റ് ഡക്ടൈൽ അയൺ പൈപ്സ്, അതിൽ ഇൻക്രീസിങ് ഷെയർ ഓഫ് ഡക്ടൈൽ അയൺ പൈപ്പ് ഓഫ് ടോട്ടൽ ഡെലിവറീസ്. ഇതൊക്കെയാണ് ഇവരുടെ ഒരു പൈപ്പ് ലൈനിലുള്ള അല്ലെങ്കിൽ ഇപ്പോൾ ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്ന പ്രൊജക്റ്റുകളും അതിൻ്റെ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ബിസിനസ് ഒന്നും നമ്മൾ കൃത്യമായിട്ടൊന്ന് നോക്കി മനസ്സിലാക്കി. നമുക്കിനി ഇതിൻ്റെ സ്റ്റോക്ക് പ്രൈസ് താഴേക്ക് വരാനുള്ള റീസൺ ഒന്ന് നോക്കണ്ടേ. അതിൻ്റെ റീസൺ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് റീസൺ? കോൾ പ്രൈസ് ഹയർ ലെവലിലായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് അല്ലേ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കോൾ പ്രൈസ് അറ്റ് ദ പീക്ക്. ഇപ്പോൾ കോൾ പ്രൈസ് താഴെ എത്തി, ഇപ്പോൾ 194 റേഞ്ചിലാണ്. പക്ഷേ അപ്പോൾ ഉണ്ടായിരുന്നത് 900 റേഞ്ചിലാണ്. എപ്പോഴാണെന്നറിയോ? ഇത് 2022-21 ആ ടൈമിലായിരുന്നു ഇതൊക്കെ. ഓക്കെ, 22 ഓൾമോസ്റ്റ് 22ലാണ്. അപ്പോൾ കോൾ പ്രൈസുമായിട്ട് സ്റ്റീലിൻ്റെ കണക്ഷൻ എന്താണ്? സ്റ്റീൽ ഇൻഡസ്ട്രിയിൽ സ്റ്റീൽ മേക്ക് ചെയ്യണമെങ്കിൽ എത്രയാണ്? 28,000 to 30,000 പെർ ടണ്ണാണ് അവർക്ക് കോസ്റ്റ് വരുന്നത് റുപ്പീസിൽ. അതിൻ്റെ കാരണം എന്താണ്? 40 to 45% ഓഫ് ദ പ്രൊഡക്ഷൻ കോസ്റ്റ് ഈസ് ബിലോങ്സ് ടു കോൾ. കോളിൻ്റെ പൈസ ചിലവ് മാത്രം 40 to 45% വരെ ഇവരെടുത്തുണ്ടാവും. ഓക്കെ. അപ്പോൾ കോൾ പ്രൈസ് കൂടുതലാണെങ്കിൽ സ്റ്റീൽ സ്റ്റോക്ക് താഴേക്ക് വരാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. കാരണം അത് നേരിട്ട് ഡയറക്റ്റ് ലിങ്ക് ഉണ്ട്. 40-45% എന്ന് പറയുമ്പോൾ നേരെ 50% ആയല്ലോ. ഓക്കെ. അപ്പോൾ എന്താണ് കോൾ പ്രൈസ്? നമ്മൾ പ്രൈസ് ഇവിടെ നോക്കി, അത് കൂടുതലായിരുന്നു. അതാണ് ഒരു റീസൺ സ്റ്റോക്ക് പ്രൈസ് താഴേക്ക് വരാനുള്ള സ്റ്റീലിൻ്റെ. അപ്പോൾ ഇപ്പോൾ ആ റീസൺ ഉണ്ടോ? ഇപ്പോൾ ആ റീസൺ ഇല്ല അല്ലേ. ഇപ്പോൾ ഇവിടെ നിന്ന് കോൾ പ്രൈസ് താഴെ എത്തി. ഓക്കെ. ഇൻഫ്ലേഷൻ റേറ്റ് ഇപ്പോഴും കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഇനിയും കുറച്ച് താഴാൻ സാധ്യതയുണ്ട്, പറയാൻ പറ്റില്ല. എനിവേ, അപ്പോൾ ആ റീസൺ ഇല്ല. ഇപ്പോൾ കോൾ പ്രൈസ് കൂടുതലായിരുന്നു, അത് താഴെ എത്തി. ഇപ്പോൾ ആ റീസൺ ഇല്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത് എന്താണ്? ഇന്ത്യൻ്റെ ഇൻഫ്ലേഷൻ റേറ്റ് എന്ന് പറയുന്നത് 6.7% ഒക്കെയാണ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ. 2022 വാസ് 6.7. അതിപ്പോൾ ഇപ്പോൾ 2023 എത്രയാണെന്ന് ഒന്നുകൂടെ നോക്കാം നമുക്കിവിടെ. എത്രയാണ് 2023 റേറ്റ്? 2023 അല്ലേ. അപ്പോൾ എത്രയാണ് വരുന്നത്? എക്കണോമിക്സ് അപ്ഗ്രേഡഡ് ദെയർ ഇൻഫ്ലേഷൻ ഫോർകാസ്റ്റ് 6.6% ഓഫ് ദ കറണ്ട് ക്വാർട്ടർ. അതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ വാട്ട് വാസ് ദ റീസൺ? ഇന്ത്യയിലെ ഇൻഫ്ലേഷൻ റേറ്റ് കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഗവൺമെൻറ് എന്ത് ചെയ്തു? ഇൻഫ്ലേഷൻ റേറ്റിനെ കുറയ്ക്കാനും അല്ലെങ്കിൽ അതിനെ പിടിച്ചു നിർത്താനും അവർ ചെയ്ത ഒരു പരിപാടിയാണ് 15% എക്സ്പോർട്ട് ഡ്യൂട്ടി. മനസ്സിലായല്ലോ. ഇതാണ് സെക്കൻഡ് റീസൺ. എന്താണെന്ന് വെച്ചാൽ സ്റ്റീലിൻ്റെ എക്സ്പോർട്ട് ഡ്യൂട്ടി കൂട്ടി. എക്സ്പോർട്ട് ഡ്യൂട്ടി കൂട്ടുമ്പോൾ എങ്ങനെയായാലും അവർക്ക് കൂടിയ പ്രൈസ് കൂട്ടേണ്ടി വരും. പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആരാ അത്രയും കൂടിയ പ്രൈസിൽ വാങ്ങിക്കുക? അതുകൊണ്ടല്ലോ. അപ്പോൾ എക്സ്പോർട്ട് കുറയും. ഓക്കെ. എന്തിനാണ് ഗവൺമെൻറ് അങ്ങനെ ചെയ്യുന്നത്? ഗവൺമെൻറ് അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇന്ത്യയിൽ ലോക്കലായിട്ട് നമുക്കുള്ളിൽ എക്സ്പോർട്ടല്ല, ഇന്ത്യയിൽ സ്വന്തമായിട്ടുള്ള ഉപയോഗത്തിനുള്ള സ്റ്റീലിൻ്റെ പ്രൈസും കൂടും ഇൻഫ്ലേഷൻ കൂടുമ്പോൾ. അപ്പോൾ അത് കൂടാതിരിക്കാനാണ് അവർ എക്സ്പോർട്ട് ഡ്യൂട്ടി കൂട്ടുന്നത്. അപ്പോൾ എക്സ്പോർട്ട് കുറയുമ്പോൾ ദാറ്റ് മീൻസ് ആ ഇന്ത്യയിലെ സ്റ്റീലിൻ്റെ പ്രൈസ് കുറയും. ഇപ്പോൾ ഇവിടെ ചെറിയ പൈസയ്ക്ക് സ്റ്റീൽ കിട്ടാൻ തുടങ്ങും. ഓക്കെ. ദാറ്റ് ഈസ് ദ റീസൺ. അപ്പോൾ ആ റീസൺ ഇപ്പോൾ നിലവിലുണ്ടോ? അത് നോക്കാവുന്ന. ആ റീസൺ ഇപ്പോൾ നിലവിലുണ്ടോ? ദ റിമൂവൽ ഓഫ് എക്സ്പോർട്ട് ഡ്യൂട്ടി വിൽ ലീഡ് ടു ന്യൂ എറ ഓഫ് ഗ്രോത്ത് ഫോർ സ്റ്റീൽ ഇൻഡസ്ട്രി. മനസ്സിലായില്ലേ? അപ്പോൾ ദ ഗവൺമെൻറ് ഹാസ് കട്ട് ദ എക്സ്പോർട്ട് ഡ്യൂട്ടി. ഇപ്പോൾ നേരത്തെ കണ്ട ന്യൂസിൽ എക്സ്പോർട്ട് ഡ്യൂട്ടി വെച്ചു. ദെൻ ഇപ്പോഴത്തെ ന്യൂസിൽ എന്താണ് വരുന്നത്? November 19, 2022 എത്രയാണ്? ദ ഗവൺമെൻറ് കട്ട് ദ എക്സ്പോർട്ട് ഡ്യൂട്ടി ഓൺ സ്റ്റീൽ പ്രൊഡക്ഷൻ ആൻഡ് അയറൺ ഓർ ടു നിൽ, 0, ഒന്നുമില്ല. 15% നിന്ന് നേരെ ഗവൺമെൻറ് അത് 0 ആക്കി മാറ്റി. ഓക്കെ. അപ്പോൾ ആ റീസണും ഇല്ല. ഇപ്പോൾ ഫസ്റ്റ് റീസൺ വാസ് ദ കോൾ പ്രൈസ്, സെക്കൻഡ് വാസ് ദ എക്സ്പോർട്ട് ഡ്യൂട്ടി പ്രൈസ്. അപ്പോൾ അത് രണ്ടും ഇല്ല. അപ്പോൾ നമുക്ക് റീസൺ മനസ്സിലായി അല്ലേ. ആ റീസൺ ഇപ്പോൾ ഇല്ലയെന്നും മനസ്സിലായി. ഇനി നമ്മൾ എന്താ നോക്കേണ്ടത്? ഇനി ഫ്യൂച്ചർ ഗ്രോത്ത് പ്രോസ്പെക്റ്റ് ആണല്ലേ. ഇനി ഫ്യൂച്ചറിലേക്ക് എന്താണ് അവസ്ഥ? അത് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ എന്താ കാണുന്നത്? ഇന്ത്യ ഹാസ് ബിക്കം ദ സെക്കൻഡ് ലാർജസ്റ്റ് കൺസ്യൂമർ ഓഫ് ഫിനിഷ്ഡ് സ്റ്റീൽ ഇൻ ദ വേൾഡ്. മനസ്സിലായില്ലേ? ദ ഫിനിഷ്ഡ് സ്റ്റീൽ കൺസപ്ഷൻ വാസ് 106 million ton ഡ്യൂറിങ് ദ ഇയർ ഫിനാൻഷ്യൽ 2022. അപ്പോൾ ഇന്ത്യ ഫിനാൻഷ്യൽ ഇയർ 2022 വരെ എന്താ പറയുക, വേൾഡിലെ സെക്കൻഡ് ലാർജസ്റ്റ് കൺസ്യൂമറായി കഴിഞ്ഞു സ്റ്റീലിൻ്റെ അല്ലേ. അപ്പോൾ ഇനി അത് കൂടാൻ സാധ്യതയുണ്ടോ? അത് നമുക്ക് നോക്കാം.
the per capita steel consumption in the world is 233 kg. അതാണ് പോയിന്റ് അല്ലേ. വേൾഡിൻ്റെ പെർ ക്യാപിറ്റ കൺസപ്ഷൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. ഓക്കെ, 233 kg ആണ് പെർ ക്യാപിറ്റ വേൾഡിൻ്റെ ആവറേജ് എന്ന് പറയുന്നത്. അപ്പോൾ ആസ് പെർ ക്യാപിറ്റ കൺസപ്ഷൻ സ്റ്റീൽ ഇൻ ഇന്ത്യയിലെ ക്യാപിറ്റൽ കൺസപ്ഷൻ നോക്കുമ്പോൾ ദാറ്റ് ഈസ് ഓൺലി 77.2 കിലോ. മനസ്സിലായില്ലേ? ഈ 77.2 കിലോ എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ മേലത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? മേലത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇന്ത്യ ഹാസ് ബിക്കം ദ സെക്കൻഡ് ലാർജസ്റ്റ് കൺസ്യൂമർ ഓഫ് ഫിനിഷ്ഡ് സ്റ്റീൽ. ആ അത്രയും ഫിനിഷ്ഡ് സ്റ്റീൽ സെക്കൻഡ് ലാർജസ്റ്റ് കൺസ്യൂമർ ആയി കഴിഞ്ഞതിന് ശേഷം കൂടെ 77.2 kg പെർ ക്യാപിറ്റ കൺസപ്ഷനാണ് ഇന്ത്യയിൽ എത്തിക്കുന്നത്. വേറസ് വേൾഡിൻ്റെ എന്താണ് ടോട്ടൽ വേൾഡിൻ്റെ അത് 233 kg ആണ് ആവറേജ് വരുന്നത്. അപ്പോൾ ഇതൊരു വലിയ ഗ്യാപ്പില്ലേ ഇവിടെ? 77 233 എന്ന് പറയുന്നത് വലിയൊരു ഗ്യാപ്പാണല്ലോ. അപ്പോൾ ഗ്രോത്ത് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഉറപ്പായിട്ടും ഉണ്ട്. 77.2 kg gone up by 50% in the last 8 years. This is the second point. മനസ്സിലായില്ലേ? അപ്പോൾ ഈ 77.2 കിലോ പെർ ക്യാപിറ്റ കൺസപ്ഷൻ ഓഫ് സ്റ്റീൽ ഇൻ ഇന്ത്യ അത് സംഭവിച്ചത് കഴിഞ്ഞ ലാസ്റ്റ് 8 വർഷം കൊണ്ടാണ്. അതിന് മുമ്പ് എന്തായിരുന്നു? ഏകദേശം 33 കിലോ ആയിരുന്നു നമ്മളുടെ പെർ ക്യാപിറ്റ കൺസപ്ഷൻ. അപ്പോൾ 34 നിന്ന് 77ലേക്കുള്ള ജമ്പാണ് കഴിഞ്ഞ 8 വർഷത്തിൽ സംഭവിച്ചത്. അതിൻ്റെ കാരണം എന്തായിരിക്കും? ഞാൻ പറഞ്ഞുതരാം. അതിൻ്റെ കാരണമാണ് 9 years of the Modi government, India witnessed fast-paced infrastructure development in all sectors in the last 9 years. That is the truth. അല്ലേ? നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ സ്റ്റോക്ക് വാങ്ങുന്നത് പാർട്ടി നോക്കിയിട്ടല്ല. നമ്മൾ ഒരിക്കലും ബയസ് ആവാൻ പാടില്ല. ട്രൂത്ത് എന്താണ്, ഫാക്ട് എന്താണെന്ന് നോക്കുക. അപ്പോൾ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ഞാൻ ഈ പാർട്ടീനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുമല്ല, ഞാൻ ഏത് പാർട്ടീനെ സപ്പോർട്ട് ചെയ്യുന്നു ഡിസ്കസ് ചെയ്യേണ്ട കാര്യമല്ല. ഓക്കെ, നമ്മളിവിടെ ബയസ് ആവാൻ പാടില്ല. അപ്പോൾ ഇവിടെ കാണുന്നത് എന്താണ്? പിന്നെ ഓരോ അച്ചീവ്മെൻറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 8 വർഷം മുൻപ് നമ്മളുടെ പിന്നെ എന്താ പറയുക ഹൈവേ കൺസ്ട്രക്ഷൻ സ്പീഡ് എന്ന് പറയുന്നത് 12 കിലോമീറ്റർ പെർ ഡേ ആയിരുന്നു. 12 കിലോമീറ്റർ പെർ ഡേ ആയിരുന്നു 8 വർഷം മുമ്പ് ഉണ്ടായിരുന്നത്. ഓക്കെ, അതിപ്പോൾ എത്രയായി? 37 കിലോമീറ്റർ പെർ ഡേ ആണ് നമ്മളുടെ ഹൈവേ കൺസ്ട്രക്ഷൻ ചെയ്യുന്ന സ്പീഡ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ വന്ദേ ഭാരത് ട്രെയിൻ 400 വന്ദേ ഭാരത് ട്രെയിൻ എക്സ്പ്രസ് ട്രെയിനുകൾ. ഓക്കെ, അതിനി ഇപ്പോൾ ടു ബി മാനുഫാക്ചർഡ് ഇൻ ദ നെക്സ്റ്റ് 3 years. അപ്പോൾ ഫ്യൂച്ചറിലേക്ക് പ്രോസ്പെക്റ്റ് ഉണ്ടോ, ഗ്രോത്ത് ഉണ്ടോ? ഇപ്പോൾ 77 കിലോ ആയി. അപ്പോൾ ഫ്യൂച്ചറിലേക്ക് എന്താവും? ഫ്യൂച്ചറിലേക്ക് ഇനിയും ഓപ്പർച്യൂണിറ്റി നമ്മൾ ഇഷ്ടം പോലെ ഉണ്ട്. ഓക്കെ, 77 പുതിയ എയർപോർട്ടുകൾ ഉണ്ടാക്കി ഇവിടെ കാണാം അല്ലേ? 77 ന്യൂ എയർപോർട്ട് ഹാവ് ബീൻ ബിൽഡ് ആൻഡ് ഓപ്പറേഷണലൈസ്ഡ് ഇൻ ദ ലാസ്റ്റ് 9 years. കഴിഞ്ഞ 9 വർഷത്തെ 77 എയർപോർട്ടുകളുണ്ടായി. ഫർദർ 111 വാട്ടർ വേസ് വെർ ഡിക്ലെയർഡ് ആസ് നാഷണൽ വാട്ടർ വേസ്. അപ്പോൾ അതൊരു വലിയൊരു പദ്ധതിയാണ് മുമ്പോട്ടുള്ള ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഹൈവേ കനാൽ, അങ്ങനെ എൻ നമ്പർ ഓഫ് പ്രൊജക്ട്സ് ദി ആർ പ്ലാൻഡ് ടു ഇൻ ദ നെക്സ്റ്റ് കമ്മിങ് 5 to 10 years. ഓക്കെ, ഇപ്പം എന്താണ് ലാസ്റ്റ് ഇവിടുത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്? ടു ബിക്കം എ ഡെവലപ്ഡ് നേഷൻ ബൈ 2047. 2047 ആകുമ്പോഴത്തേനും നമ്മളൊരു ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു രാജ്യമായിട്ട് മാറും. അപ്പോൾ ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യമായിട്ട് നമ്മൾ മാറണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചേഞ്ച് ആവണം? മെഗാ സിറ്റീസ് ഉണ്ടാവണം. ന്യൂയോർക്കൊക്കെ പോലത്തെ മെഗാ സിറ്റീസ് വരണം, ബിസിനസ് സെൻറ്റേഴ്സ് വരണം, ഹൈവേ ഉണ്ടാവും, ബുള്ളറ്റ് ട്രെയിൻസ് വരും എല്ലാ സ്ഥലങ്ങളിലും കൂടെ അല്ലേ? പുതിയ പുതിയ എന്താ പറയുക റെയിൽവേ ട്രാക്കുകൾ ഉണ്ടാക്കും, പുതിയ പുതിയ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ വരും. അപ്പോൾ ഈ ഇതിലൊക്കെ എന്താണ് കോമൺ ആയിട്ടുള്ള പാട്ടെന്ന് പറയുന്നത്? കോമൺ ആയിട്ട് എന്താണുള്ളത്? സ്റ്റീലാണ് അല്ലേ? പുതിയ കാർ ഉണ്ടാക്കണമെങ്കിൽ സ്റ്റീൽ വേണം, റോഡ് ഉണ്ടെങ്കിൽ കോൺക്രീറ്റ് റോഡിന് വേണമെങ്കിൽ സ്റ്റീൽ വേണം, ബിൽഡിങ്സിന് വേണം, എല്ലാത്തിനും സ്റ്റീലിലൊരു കോമൺ ആയിട്ടുള്ള പാർട്ടാണ്. അപ്പോൾ ഫ്യൂച്ചർ ഗ്രോത്ത് ഉണ്ടോ? സൂപ്പറായിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൽ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ സെയിലിൽ എത്ര പിന്നെ ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഇനി മുമ്പോട്ട് പോകാനുള്ള? 66% എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കറൻറ്റ് പ്രൈസിൽ നിന്ന്, ഇപ്പോഴത്തെ കറൻറ്റ് പ്രൈസ് ഇതാണ് 91 ആണ്. അവിടെ നിന്ന് 66% എന്താണ്? 66% എന്ന് പറയുന്നത് ലൈഫ് ടൈം ഹൈ ആണ്, LTH അല്ലേ? അപ്പോൾ 66% പൊട്ടൻഷ്യൽ ഇവിടെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ദിസ് ഈസ് നോട്ട് എ ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ, ദിസ് ഈസ് മൈ പേഴ്സണൽ വ്യൂ. ഓക്കെ, അപ്പോൾ 66% സെയിൽ എന്ന കമ്പനിയിലും, പിന്നെ നമ്മൾ നോക്കുന്നത് ടാറ്റ സ്റ്റീലാണ് അല്ലേ? അതും കൂടെ നോക്കാം. ടാറ്റ സ്റ്റീലിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കറൻറ്റ് പ്രൈസിൽ നിന്ന് കറൻറ്റ് പ്രൈസ് എത്രയാണ്? 122 ആണ്. 122
അല്ലേ? അത് കഴിഞ്ഞ് നമുക്ക് അതിൻ്റെ ഗ്രോത്ത് പ്രോസ്പെക്റ്റ് എന്ന് പറയുന്നത് 153 ആണ് അല്ലേ? 25%. ഇത് ലൈഫ് ടൈം എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഇതൊക്കെ ഇതിനേക്കാളും മേലെ ഒരുപാട് പോകാൻ ബാക്കിയുള്ള സ്റ്റോക്കുകളാണ്. ഇന്ത്യ വളരുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഇതുപോലത്തെ കമ്പനികളൊക്കെ വളരും. കാരണം 2047 ആകുമ്പോഴത്തേനും ഒരു ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു നേഷനായിട്ട് നമ്മളെ രാജ്യം മാറണം അല്ലേ? അപ്പോൾ അതിൽ പിന്നെ നമ്മളും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം ഇതുപോലത്തെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് ഇറ്റ് ഫോർ ടുഡേ ഗൈസ്. അപ്പോൾ എല്ലാവരോടും പിന്നെ എന്താ പറയുക, നമ്മളുടെ ഫാമിലി ഇപ്പോൾ 281 ആയിട്ടുള്ള ഒരു വലിയൊരു ഫാമിലി ആയിട്ട് മാറിയിട്ടുണ്ട്. 281 ആൾക്കാരുടെ ഒരു ഫാമിലി ആയിട്ട് നമ്മൾ മാറി. അപ്പോൾ ഇനിയും ഈ പിന്നെ നമ്മളുടെ ഫാമിലി വലുതാവണം. അതുപോലെ നമ്മളെന്താ പറയുക, നിങ്ങളെയൊക്കെ ഒരു എന്താ പറയുക ഒരു ഇൻഡിപെൻഡൻറ്റ് ട്രേഡേഴ്സായിട്ട് നമ്മളൊരു വലിയ ഫാമിലിയായിട്ട് നമ്മൾ മാറുമെന്ന് എനിക്കൊരു പ്രതീക്ഷയുണ്ട്. അപ്പം അതിന് നിങ്ങളൊക്കെ കൂടെ നിൽക്കുക, ഈ ചാനലിനെ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. ഓക്കെ, സോ ഐ വിൽ സീ യു വിത്ത് അനദർ വീഡിയോ. ബൈ.